ഹലോ ഗൈസ്, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമാണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? പുട്ടുപൊടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പുട്ടുണ്ടാക്കാൻ പോകുന്നു. പുട്ടല്ല കേട്ടോ, ഇന്നൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 മണി പലഹാരം പോലത്തെ സംഭവം. ഈ ബ്രാൻഡൊന്നും നോക്കണ്ട, ചിലപ്പോൾ ഡബിൾസ് വാങ്ങിക്കും. അവിടെ ഏതാണോ മലയാളി കടയിൽ അവൈലബിൾ അത് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ സ്നാക്ക്. സോ 1 കപ്പ് എന്തെടുക്കും? പുട്ടുപൊടി എടുക്കും. ആൻഡ് നമ്മളുടെ പശുവും പാല് 1.5 കപ്പ് എടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഹാഫ് ആൻ അവർ അവിടെ അടച്ച് വയ്ക്കുക. ഓക്കെ, അടച്ച് വെച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെയാട്ടോ ഇവിടെ തേങ്ങ നമ്മളുടെ കണ്ടെയ്നറിൽ നല്ല മുഴുവൻ തേങ്ങ വാങ്ങിച്ചിട്ട്, ഞാനല്ല കേട്ടോ, ചേട്ടായിയാണ് തിരുമ മീൻസ് ചിരണ്ട എന്ന് പറയും ചില സ്ഥലത്ത്. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ചിരണ്ട, ചിലടത്ത് തിരുമ എന്ന് പറയും. തേങ്ങ ഇങ്ങനെ ചിരകി ഇങ്ങനെ പാത്രത്തിൽ കണ്ടെയ്നറാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും. എന്നിട്ട് ആവശ്യത്തിന് നമ്മളെടുത്ത് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാറാണ് പതിവ്. ഓക്കെ, ആൻഡ് സാധനം വരെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് തേങ്ങ ചിരണ്ടാനായിട്ട്. ഓക്കെ, സോ പറഞ്ഞതെന്താ, 1 കപ്പ് പുട്ടുപൊടി 1.5 കപ്പ് പശുവും പാലും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ചുപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഇത് ആഡ് ഓൺ ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. ഏലക്കയും ജീരകപ്പൊടി ഞാനിട്ടത്. ശരിക്കുള്ള റെസിപ്പിയിൽ അതില്ല. ഇത് ആക്ച്വലി കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അവിടുത്തെ ഒരു ഡിഷാണ്. ഇത് ആക്ച്വലി കറിയൊക്കെ കൂട്ടി കഴിക്കാമെന്നാണ് പറയുന്നത്. എനിവേ, സോ ഈ തേങ്ങയും ബാക്കി മിശ്രിതങ്ങളൊക്കെ മിക്സ് ചെയ്യുക. ചിലപ്പോൾ കുറച്ച് പാലിൻ്റെ കുറവ് കാണുമായിരിക്കും. അപ്പം ഇത്തിരി പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ വട്ടയപ്പത്തിനൊക്കെ ഒഴിക്കുന്ന പാകത്തിന് അങ്ങോട്ട് ഒഴിക്കും. ഞാൻ പക്ഷേ ഇവിടെ വട്ടയപ്പത്തിൻ്റെ സ്റ്റൈലിലല്ല, ഞാനത് എക്സ്ട്രാ പാല് ചേർക്കാതെ അത് ബോൾസ് പോലെ ആക്കിയിട്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റീമായി വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഇതൊരു പീസങ്ങ് അടിച്ചു. അടിപൊളിയാട്ടോ, ഡേറ്റ്സ് ആൻഡ് കാഷ്യൂൻ്റെ സൂപ്പർ. ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടു ചെല്ലുമ്പം അവരൊക്കെ പറയും ഇഷ്ടമാണെന്ന് പറയും. സോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അതവിടെ വെന്ത് വരട്ടെ, അപ്പോൾ നോക്കാം. കണ്ടോ, അടപ്പത്തിരിക്കുവാണ്. സോ കണ്ടോ, ഇതാണ് നമ്മളുടെ കൂർഗ് സ്നാക്ക്. ഓക്കെ, ഞാൻ ഫുൾ എടുത്തില്ല, അതിൻ്റെ അകത്ത് 1 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അത് ചൂടോടെ തന്നെ അവിടെ ഇരിക്കട്ടെ.